എടുക്കുക. കാരണം ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, മുരിങ്ങാമരത്തിൽ ഒരു അമരയ്ക്ക പടർന്നു പോയിട്ട് കാര്യം. ആ അമരയ്ക്കേൻ്റെ പേര് എനിക്കറിയില്ല. അത് ഞാൻ കണ്ടിട്ട് ഒന്ന് പഠിച്ചിട്ട് ആ പേര് എന്താണെന്ന് സെർച്ച് നോക്കിയിട്ടൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോൾ ഞാൻ ആ അമരയ്ക്ക ഒന്ന് കാണിച്ചു തരാം കേട്ടോ. വയലറ്റ് വിത്താണ് കേട്ടോ അതിൻ്റെ ആ വിത്ത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അമരയ്ക്ക കണ്ടാലോ. ഇതാണ് അമരയ്ക്ക കേട്ടോ. അതിൻ്റെ മുകളിലേ നിറയെ ഉണ്ട്, ഇങ്ങനെ കൊലയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത കണ്ടില്ലേ, ക്ലിയർ കുറവുണ്ട് കേട്ടോ വെയിലടിക്കുമ്പോൾ. അപ്പോൾ ഒരു കൊലയിട്ടാണ് കേട്ടോ, ഒരു കൊലയിൽ ഒരു 10-25 ഉണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അടുത്തുള്ള കായ ഇതാണിപ്പോൾ. അപ്പോൾ ഇത് പറിക്കാൻ പോവാണ് കേട്ടോ. ഒന്ന് മുരിങ്ങാമരത്തേക്കാണ് പടർന്ന് കയറിയിട്ടുള്ളത്. വേറെ ഞാൻ കുറേ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കൊല പൊട്ടാതെ കിട്ടുന്നുണ്ട്. അടിപൊളി. ഞാൻ പൊട്ടിയതൊക്കെ പെറുക്കട്ടെ. ഇതുണ്ട് ഗൈസ്, ഇതാണ് നമ്മുടെ അമരയ്ക്ക. ഇത് ഇനിയും വലുതാവുമെന്നൊക്കെ അറിഞ്ഞൂടാ കേട്ടോ. അല്ല, അത്യാവശ്യം എന്താ മൂത്തിട്ടുണ്ട് സംഗതി. അത് ഞാൻ പൊട്ടിക്കുകയാണ് കേട്ടോ. അത് മൂത്തിട്ടോ കണ്ട്. ഇതാണ്ടോ വയലറ്റ് വിത്ത് എവിടെ? ഇതാ അമരയ്ക്ക കൃത്യമായിട്ടുള്ള പാകാണ് കേട്ടോ ഫ്രണ്ട്സ്. കുറേ കിട്ടിയിട്ടുണ്ട്. വേണ്ടോ, ഇതേപോലത്തെ വിത്തായിരുന്നു കേട്ടോ അതിൻ്റെ. ഇതാ അമരയ്ക്ക നല്ല ഭംഗിയുണ്ട് അല്ലേ കാണാൻ. ഈ വിത്തിൻ്റെ കളർ കണ്ടില്ലേ, അടിപൊളിയല്ലേ. എനിക്കിഷ്ടമായിട്ടാ എന്തായാലും. ഇതാ ഇപ്പം ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയുണ്ട്, മരത്തിൻ്റെ മുകളിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ തൽക്കാലം ഇതും കൊണ്ട് നിർത്തി. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 2 പിടി മതി ഒരു നേരത്തെ ഉപ്പേരിക്കൊക്കെ. ഇതൊരു 3-4 തവണയ്ക്ക് ഉണ്ടാവും എന്തായാലും. ഇത് ഫ്രിഡ്ജിൽ വെക്കാമല്ലോ വെച്ചിട്ടാണ് ഒക്കെ പാടർത്ത് കേട്ടോ. കുട്ടികളുള്ളപ്പോഴല്ലേ പറക്കാൻ പറ്റുള്ളൂ. ഹലോ ഗൈസ്, അപ്പം ഞാൻ പറഞ്ഞ അമരയ്ക്ക ഇതാണ്. അത്ര നേരം പറഞ്ഞ പറിച്ച അമരയ്ക്ക ഇതാണ്. പക്ഷേ ഇത് അമരയ്ക്കയല്ല എന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കിയിട്ടോ. ഇതാണ് സോയാബീൻ. അപ്പോൾ സോയാബീൻ തോരനൊക്കെ വയ്ക്കാം കേട്ടോ. ഞാനതിനെ പറ്റി വിശദമായി അന്വേഷിച്ചു. എനിക്കൊരു ചേച്ചി ഇതിനെപ്പറ്റി പറഞ്ഞു തന്നു. പിന്നെ ഞാൻ യൂട്യൂബിൽ അടിച്ചു നോക്കി, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ സംഗതി മനസ്സിലായി. ഇത് നമുക്ക് തോരനൊക്കെ വയ്ക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ ന്യൂട്രിയൻ്റ് കണ്ടൻറ്റൊക്കെ ഉള്ള കാരണം ഇതിന് അത്യാവശ്യം കറുണ്ട് കേട്ടോ. ഇത് നമ്മൾ കയ്യിൽ ഒന്നും തേക്കാതെയും ഒക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ, അരിഞ്ഞിട്ടുണ്ടെങ്കിൽ വഴുതനങ്ങയൊക്കെ ഉണ്ടാവണില്ലേ, ഒരു കറ ഉണ്ടാവണില്ലേ കയ്യിലൊക്കെ, അതിൻ്റെ ഒരു 4 ഇരട്ടി കറ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഞാൻ ഒന്ന് അരിഞ്ഞു നോക്കി. അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞു നോക്കിയപ്പോൾ ഒരു 4 ഇരട്ടി കറയൊക്കെ ഉണ്ടാവും. നല്ല കറുപ്പ് കളറിലുള്ള കറയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ തോരൻ വെക്കണമെങ്കിൽ എന്താ ചെയ്യുക വെച്ചാൽ, നമ്മുടെ കയ്യിൽ എണ്ണ തേച്ച്, കയ്യിലും കത്തിയിലൊക്കെ എണ്ണ തേച്ച് നല്ല ചെറുതാക്കി അരിഞ്ഞ് ചൂടുവെള്ളത്തിൽ, ഇളം ചൂടുവെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് കുറച്ച് നേരം വെച്ച് അതിൻ്റെ കറ നന്നായി കളഞ്ഞ ശേഷം മാത്രം നമുക്ക് തോരൻ വെക്കാം കേട്ടോ. അപ്പോൾ ഇത് തോരൻ വെച്ചാൽ അവിടെ ആരും കൂട്ടും എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഉള്ളിൽ കുരുണ്ട്, അതിൻ്റെ വിത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ഇതാണ് സോയാബീൻ്റെ വിത്ത് കേട്ടോ. ഇതിന് ഞാൻ അത്ര ദിവസം അമരയ്ക്കേൻ്റെ വിത്ത് പറഞ്ഞാൽ ഇതിൻ്റെ കളറിൻ്റെ ഭംഗി കണ്ട് എല്ലാവരുടെയും നട്ടു. കുറേ അമരയ്ക്കേൻ്റെ വിത്തുണ്ട്, പക്ഷെ അതൊന്നും നട്ടില്ല. ഇത് മാത്രം നട്ടു. അതൊക്കെ പണി കിട്ടിയ പോലെ. കാരണം ഇത് വെച്ചാൽ ആരെങ്കിലും കഴിക്കുമെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കുരു എടുക്കാമെന്ന് വിചാരിച്ചു. ഇതേപോലെ തന്നെയാണ് കേട്ടോ അതിൻ്റെ വിത്ത്. അതിന് ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ പൊളിച്ചാൽ അല്ല നമുക്ക് ഉപ്പേരി വെക്കാം. ഇങ്ങനെ ഈ അധികം മുപ്പത്താത്ത അത്രയൊന്നും ആവേണ്ട ആവശ്യമില്ല. അങ്ങനെ കുറേ ഉണ്ടായില്ല. അപ്പോൾ അത് എടുത്തിട്ട് ഞാൻ ഫുള്ളായിട്ട് അരിഞ്ഞ് ഉപ്പേരി വയ്ക്കും. ഇതിൽ ഞാൻ ഉള്ളിലത്തെ കുരു എടുക്കാനാട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ കയ്യിൽ തേക്കുക കേട്ടോ. അയ്യോ എൻ്റെ കത്തി ഇവിടെ നമ്മൾ കൊടുന്ന് വെച്ചതാ കാണാമല്ലോ. എടുത്തോണ്ടിട്ടെ കേട്ടോ. കത്തി
ഇവിടെ കൊണ്ടുവച്ച കത്തി പിന്നെ അവിടെ തന്നെ കൊണ്ടുവച്ചെന്ന്. അപ്പം ഞാൻ കത്തിയിൽ നന്നായി എണ്ണ വരട്ടുന്നുണ്ട്. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ആകെ കറയാലേ ഇനി അത് വൃത്തിയാക്കി കത്തിരി പണിയായിരിക്കും. അപ്പം ഞാൻ അത് ഇങ്ങനെ മുറിക്കുകയാണ് കേട്ടോ. ഇത് നല്ല വലുതായിപ്പോയി, അതാണ്ടായത്. മൂത്ത് ഇതരിഞ്ഞ ഉപ്പേരി വെച്ചാൽ വെറുതെ പണിയെടുക്കുമായിരിക്കും. ഇതിൽ കണ്ടോ, ഇത് കണ്ടില്ലേ, കുരു കണ്ടില്ലേ, കുരു. എന്താ ഒരു ഭംഗിയില്ലേ. ഇത് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഞാൻ ഇങ്ങനെ കുരു എടുത്തിട്ടാണ് കേട്ടോ തോരൻ വയ്ക്കുന്നത്. ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ അതെടുക്കാനായിട്ട്. ഇതെങ്ങനെയാണ് സോയാബീൻ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ സോയാബീൻ ആക്കിയെടുക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അത് നമുക്കൊന്നും പറ്റുന്നുണ്ടാവില്ല. അത് മെഷീനുമേ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക അല്ലേ. ഡേ കൂടെ ഈച്ച പാറി കളിക്കേണ്ട കേട്ടോ. അന്ന് ഈച്ചയ്ക്ക് ഞാൻ ചെയ്യണത് എന്താ വെച്ചാൽ ഉപ്പ് നീര് കലക്കി വെള്ളം ഉണ്ടല്ലോ, ഉപ്പ് നീര് വെള്ളം തെളിച്ചിട്ട് തുറക്കില്ലാട്ടോ ഞാൻ ചെയ്യണ പണി. ഈച്ചയ്ക്ക് ഏറ്റവും നല്ല മാർഗം അത് തന്നെയാണ്. കറ വരുന്നുണ്ടോ, ഇതുണ്ടോ കയ്യിലെടുത്തരം കറ വരുന്നത്. ഇതൊക്കെ പൊളിച്ച് കഴിയുമ്പോഴേക്കും മിക്കവാറും എൻ്റെ കൈ കാണാൻ പറ്റാത്ത കോലത്തിലായിരിക്കും. അപ്പം ഞാനിതൊക്കെ ഒന്ന് എടുത്തിട്ട് വരാം കേട്ടോ. ഇതിൻ്റെ ഒരു ഇപ്പോഴാണ് ഒരു കാര്യത്തിൽപ്പെട്ടത്. ഇത് കറ വരുന്നുണ്ട് കേട്ടോ. അത് പകുതി മുറിക്കുമ്പോൾ കണ്ടോ കറ വരുന്നത്, പകുതി മുറിഞ്ഞതൊക്കെ നല്ല കറ വരുന്ന കുരുവിലും കറ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ചെയ്യാൻ പോണത് എന്താ വെച്ചാൽ രണ്ടായി പൊളിച്ചിട്ട് വെള്ളത്തിലിടാൻ പോവുകയാണേ. ഇനി തോരൻ വെക്കണതൊന്നും ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ, കാരണം ഞാൻ വെക്കണേക്കാട്ടും നന്നായിട്ട് നിങ്ങൾ വെക്കുന്ന എനിക്കറിയാം കേട്ടോ. അതുകൊണ്ട് ഇത് രണ്ടായി പൊളിച്ച് ചൂടുവെള്ളത്തിലിട്ടിട്ട് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട ചൂടുവെള്ളത്തിലിട്ടിട്ട് ഒന്ന് നന്നായി കറ കളഞ്ഞ ശേഷം മാത്രം ഞാനത് തോരൻ വയ്ക്കാൻ പോവുകയാണേ. ഇപ്പോഴാണ് ഇതൊരു കാര്യത്തിൽ പെട്ടത്. മറ്റത് ഞാൻ ഈ ചെമ്പിൽ നിറയത് കണ്ടിട്ട് ഇതെന്ത് ചെയ്യും അറിയാതെ ഇരിക്കുകയായിരുന്നു. ഇപ്പം എനിക്ക് സന്തോഷമായിട്ടാ. ഇത് കാണുമ്പോൾ മാലമുത്തനെ ഓർമ്മ വരുന്നുണ്ട്, ജെൻസ് മുട്ടായി ഓർമ്മ വരുന്നുണ്ട്. ഭയങ്കര സന്തോഷമായി ഇത് കണ്ടപ്പോൾ. എന്തായാലും കുറച്ച് നേരം ഇരുന്ന് മെനക്കെട്ട് കേട്ടോ. അങ്ങനെയാണ് ഇപ്പോൾ അത് കിട്ടിയത്. അപ്പോൾ ചെളുമ്പ് കായ ഇതിൻ്റെ ഇടയിലുണ്ടായിരുന്നു കേട്ടോ. ഇത് ഉപ്പേരി വയ്ക്കാൻ നല്ല മാതിരിയാണ്. കാരണം ഇതിങ്ങനെ ഒടിച്ചിട്ട് ഇതിൻ്റെ തൊലി ഇങ്ങോട്ട് കളഞ്ഞെടുത്താൽ മതി. എന്നിട്ട് ചെറുതാക്കി അരിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പം ഇങ്ങനെ ഒരു പ്രാവശ്യം ഉപ്പേരി വയ്ക്കണമെന്നുണ്ട്. നിറയെ ഉണ്ട് കേട്ടോ മരത്തിൽ. അപ്പം എൻ്റെ വീഡിയോ എങ്ങനെയുണ്ട്? അമരക്കയിൽ തുടങ്ങി സോയാബീനിലെത്തി. ഇതാ ഒരു അമരക്കയിൽ തുടങ്ങിയതല്ലേ. ഇത് കണ്ടോ എൻ്റെ മേശപ്പുറം കിടക്കലുണ്ടല്ലേ നിങ്ങൾ. ഇതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കണം എനിക്ക്. ഇത് പിന്നെ കുരു ഉണ്ടാവില്ല അതിൽ, അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ എന്താ ഒരു സോയാബീൻ കഥ. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ബായ്.